ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നമ്മുടെ ഓണിയൻ റൈസാണ്. നല്ല ടേസ്റ്റാണ്. അധികം ഒന്നും സാധനങ്ങൾ വേണ്ട. നല്ല രുചിയുള്ള ഓണിയൻ റൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ഓണിയൻ റൈസ് ഉണ്ടാക്കാൻ ആദ്യം ഞാൻ ഒരു പാൻ വെച്ച് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കറുകപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ ഏലക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 1 കപ്പ് അളവിൽ ഉള്ളിയാണ്. നമ്മുടെ ഓണിയൻ റൈസിനകത്ത് ഉള്ളിയാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ എണ്ണ ഇടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് ഉപ്പാണ്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നല്ല രുചിയാണ്. ഉള്ളി നന്നായിട്ട് വാടി വരട്ടെ. നമ്മുടെ ഉള്ളി ഇവിടെ ഫ്രൈ ആയി. ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 സ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം പിന്നെ ഒരു ഇതിട്ട് കൊടുക്കുന്നു. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ വാടി തുടങ്ങി. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഞാനിത് 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നു. 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ പൊടി ഐറ്റം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറി തുടങ്ങി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന അരിയാണ്. അരി ഇവിടെ ഞാൻ ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. ഈ നന്നായിട്ട് വെള്ളത്തിലൊരു 10 മിനിറ്റോളം ഇട്ടിട്ട് കഴുകിയെടുത്തിരിക്കുന്നതാണ്. ഞാൻ ഇതിലോട്ട് അരി ഇട്ട് കൊടുത്തു. ഇനി അരിയും കൂടെ ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അരി ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് 1 ഗ്ലാസ് അരി അരിഞ്ഞിട്ട് അതിന് ഞാൻ ഇവിടെ 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ കുക്കറിലല്ല വെക്കുന്നത്. നിങ്ങൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2.25 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഞാൻ ജീര റൈസ് എടുത്തിരിക്കുന്നത്. കുക്കറിലാണെങ്കിൽ വെച്ചിട്ട് 1 സീറ്റിക്ക് ഓഫ് ചെയ്താൽ മതി. അപ്പം നല്ലപോലെ വരും. ഇത് ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ അരി ഇട്ടിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കണം. നമുക്ക് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് വേവിക്കാം. ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞു. ഞാനിവിടെ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. ജസ്റ്റ് നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ഭംഗിയില്ലേ?
ഇവിടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ്. ഒരു ബിരിയാണിയുടെ പോലെ ഉണ്ടാകും നമ്മളിത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓണിയൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഓണിയൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനോട് ഞാൻ കോമ്പിനേഷനായിട്ട് വെച്ചിരിക്കുന്ന ബേബി പൊട്ടാറ്റോ മസാലയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ വരാം.